നാടൻ കോഴി വെച്ചിട്ട് നല്ലൊരു നാടൻ കോഴിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുത്ത് 15 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നല്ലപോലെ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലി റോസ്റ്റായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ആദ്യമേ ചേർക്കാവുന്നതാണ്, ഞാനത് വിട്ടുപോയിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി കൂടെ നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാവുന്നതാണ്. ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത മസാല നമ്മളിതാ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1.5 കിലോ ചിക്കനാണ് ഇതിലുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് ഒറ്റ വിസിൽ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, ചെറിയുള്ളി, കുറച്ച് സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് പാകല്ലേ എന്നൊക്കെ നോക്കി ടേസ്റ്റ് ചെയ്ത് നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് റാഗി ഇടിയപ്പവും നാടൻ കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു.